5. വേരുകൾ. എനിക്ക് ഉറങ്ങാനാകില്ല. ഞാൻ ഇറങ്ങി. എൻ്റെ ഉറക്കം കണ്ണാടിപ്പുഴയിലാണ്. എന്തു നല്ല തീവണ്ടി, എന്തു നല്ല ബസ്, എന്തു നല്ല സുഖമുള്ള നടപ്പ്, എന്തു നല്ല ചുമടുതാങ്ങി. പക്ഷേ എനിക്ക് ഇവിടെ വയ്യ. ചുമടുതാങ്ങികൾ ചരിത്രത്തിൻ്റെ തലയോടുകളാണ്. ചരിത്രത്തിലെങ്ങും ദൈവം നേരിട്ട് ഇടപെടുന്നില്ല. ചരിത്രം മെനയുന്ന കുശവനല്ല ദൈവം. പക്ഷേ ചരിത്രത്തിൻ്റെ അസ്ഥികൂടങ്ങളിൽ ഉടക്കിക്കിടക്കുന്ന വിഗ്രഹങ്ങൾ നല്ല നടപ്പിന് തടസ്സം സൃഷ്ടിക്കുന്നു. തേടാത്ത വള്ളി പോലെ കാലിൽ ചുറ്റി ചൊറിയുന്നു. പ്രതിമകൾ വെറുതെ ചിരിക്കുന്നു. ഞാൻ ചുമടുതാങ്ങിയിൽ ചാരിയിരുന്നു. കഥാപാത്രങ്ങളെ നെഞ്ചത്തടുക്കി ഒരു തൂണിൽ ചാരി അടുത്ത തൂണിൽ കാലുകൾ ഊന്നി നെടും പാളിയുടെ ചുവട്ടിൽ. 1.5 അടി വീതിയുള്ള കാലുകൾ, 1.5 അടി വീതിയുള്ള നെടും പാളി, പഴയ വീട്, ഇറയത്തെ തേക്കുപലക. എന്തു രസമാണ്! ഒരപ്പൂപ്പൻ കല്ലിൽ ചുമടുതാങ്ങിയുണ്ടാക്കി ഓർമ്മ ആകുന്നു. ഒരപ്പൂപ്പൻ തേക്കുപലക പാകി ഇറയം രോഗികളുടെ ഇരിപ്പിന് ഇടമാക്കുന്നു. രണ്ടും ഒരേ മണ്ട പ്രണയമാകാം. അവരുടെ കഠിനമായ അസ്തിത്വം തിരശ്ചീനമായൊരു വാസ്തവം. വാസ്തവങ്ങളുടെ അറ്റത്തുനിന്ന് താഴേക്ക് സഞ്ചാരം തുടങ്ങുമ്പോൾ ചുമടുതാങ്ങികൾ ജീവിതം പാടുന്നു. ചിരികൾ പ്രതിഷ്ഠിക്കപ്പെടുന്നു. തലയോടിൻ്റെ മാംസം ചൂളം വിളിക്കുന്നു. ചരിത്രത്തിൽ ചരിത്രം പോലെ അതും ഒരു കാലം ആണ്. കാതുകൾ ഒരുക്കി വെച്ചാൽ ആഴം മുഴങ്ങുന്ന കരച്ചിൽ ആണ്. ശംഖുകൾക്കുള്ളിൽ നിക്ഷേപിച്ച കടലിൻ്റെ ദൈവയന്ത്രത്തിരിപ്പ്, താരാട്ട്, കാറ്റ്, സംഗീതത്തിൻ്റെ അകമുറിയിൽ ഒന്നിൽ ചിരിക്കുന്ന ഫലിതത്തിൻ്റെ പൂജാമൂല. 1.5 നൂറ്റാണ്ട് മുൻപ് തോമസ് ജനിച്ചു. മറിയ എന്നായിരുന്നു അമ്മ. തരിയത് എന്ന് അപ്പൻ. തലയിൽ വെറ്റിലക്കൊട്ടയും ചുമ്മി എന്നും ശിവപുരം താണ്ടും തരിയതിൻ്റെ ആദ്യത്തേതും അവസാനത്തേതും ആയ ആൺതരി. പേര് ദേവസി. ഒറ്റപ്പൂരാടൻ. അയൽപ്പക്കത്തെ വാസുപിള്ളയ്ക്കും ഫലിതം. ദേവസി പഠിക്കാൻ മിടുക്കൻ. 14 വർഷം പഠനം മാത്രം വിഴുങ്ങി അവൻ തലയിൽ തടിച്ചു കൊഴുത്തു. വെറ്റിലയിൽ 100 തേച്ച് അയനങ്ങൾ ഉത്തരം തേടി മുറുക്കി ചുവന്നു വന്നു. പിന്നെ പിന്നെ മടിച്ച് എല്ലാവരും പറഞ്ഞു, നല്ല ആശാൻ. ചന്ദനത്തടത്തിലെ കാരണവർ ചൊല്ലി, ആശാൻ എൻ്റെ പേരക്കിടാവിന് 4 അക്ഷരം പറഞ്ഞു കൊടുക്കണം. വായിരത്തേക്ക് വലതുകാൽ വച്ചു കയറി. അപ്പോൾ വിറച്ചിരുന്നു. പേരക്കിടാവ് സരസ്വതി. ചുവടുകൾ ഉറച്ച നൃത്തക്കാരി. കണ്ണാടി പോലെ തെളിഞ്ഞ ശബ്ദമുള്ളവൾ. പുഴകളിൽ മുടിയഴകു ചീകുന്നവൾ. കൂട്ടുപുരികത്തിനു താഴെ പട്ടം പറന്ന് ചരടു പൊട്ടിയുടക്കിയ പേടിയോടെ 2-ാമത്തെ മാസം അവൾ പറഞ്ഞു, ഇഷ്ടമാണ്, ഒരുപാട്. ദേവസി പേടിച്ച് ഇടിവെട്ടിൽ കൂണുകളിൽ പൊട്ടിവിടർന്നു. പള്ളിമുഖപ്പിൽ തറഞ്ഞ് ഉലർന്നു. ചൂടുള്ള ഒരു നോട്ടം ഒരു ജന്മത്തിലെ മുഴുവൻ തണുപ്പും അകറ്റുന്നു. ഉത്തരരാമചരിതം വായിക്കുമ്പോൾ പുതിയ പുണ്യത്തിൻ്റെ വണ്ടുകൾ അവൾക്കു ചുറ്റും പറന്നുപാടി. 3-ാമത്തെ മാസം അവൾ പറഞ്ഞു, ഒരു സംബന്ധാലോചന നടക്കുന്നു. വരണ്ട പേടിയോടെ ദേവസി ചോദിച്ചു, എന്ത്?
സരസ്വതി പതുക്കെ പറഞ്ഞു, ബിലാത്തിയിലൊക്കെ പോയി വന്ന ആളാ. എന്നിട്ട് സരസ്വതി എന്തു പറഞ്ഞു? അമ്മാവനൊക്കെ നന്നേ ഇഷ്ടായി. ഒരു മുടി പെട്ടെന്ന് നരച്ചു. എന്നാ പുടകൊട. മേടം കഴിഞ്ഞിട്ട് മതിയെന്നാ എല്ലാവരും പറയണേ. സരസ്വതിക്ക് ഇഷ്ടായോ? എല്ലാവർക്കും നല്ലോണം ഇഷ്ടായി. കടുത്ത ഒരു വാക്ക് ഒരു ജന്മത്തെ ആണിയിൽ തറച്ചു തൂക്കുന്നു. കുനിഞ്ഞ മുഖത്തോടെ അവൾ നിൽക്കുന്നു. അന്ന് പടിയിറങ്ങുമ്പോൾ ദേവസി തുടയെല്ലുവരെ വിറച്ചു. സരസ്വതിയെ പിന്നെ അവൻ കണ്ടില്ല. തലപൊള്ളിയ ആമയെപ്പോലെ അസ്തിത്വത്തിന്റെ കഠിനവേവിൽ പൂഴ്ന്ന് തൊണ്ടുവരെ ആത്മാവ് പതയുന്ന ഭ്രാന്തിനെ വെന്ത ചുണ്ടുകൊണ്ട് നുണഞ്ഞ് ജീവിതം മുഴുവൻ പാകി നെയ്തൊരുക്കിയ കച്ചവട നഷ്ടത്തിൽ തകർന്ന് ചുടുകാട്ടിൽ അവൻ നടക്കുന്നു. വ്യാധിക്ക് മരുന്നുണ്ടാക്കാം, വെറുതെ എങ്കിലും. വിധിക്ക് എന്തുണ്ടാക്കും, വെറുതെ എങ്കിലും. വിശ്വസിച്ച ദൈവങ്ങളുടെ കൽക്കെട്ടുകൾക്കിടയിൽ ചുമടു താങ്ങിക്കടിയിൽ എന്ന പോലെ അവൻ അങ്ങനെ കിടക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം അവൻ വിചാരിക്കുന്നത് ഒന്നുമല്ല. നാം വിചാരിക്കുന്നത് ഒന്നും ശരിയല്ല. ആര് വിചാരിക്കുന്നതും ശരിയല്ല. വിചാരങ്ങളിൽ ശരി വരില്ല.